And our goal is not in hand. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ആണ്. നമ്മളിതിൽ ഓൾറെഡി 2 ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞു. ഒന്ന് കൺട്രോൾ ഓഫ് പെർച്ചേസ് ആണ്, പെർച്ചേസ് കൺട്രോൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഇൻവെൻട്രി കൺട്രോളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോറിൽ കീപ്പ് ചെയ്യും അല്ലേ. അതിനുശേഷം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സെൻഡ് ചെയ്യുന്ന എന്ന് വെച്ചാൽ ആ സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ പ്രൈസിങ്ങിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. By pricing the material issue, we mean fixing the price at which materials are issued from the stores to the production centers. സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പം അതിന് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് പലതവണയായിട്ട് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചതായിരിക്കും. അപ്പോൾ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പം ചിലപ്പോൾ അതിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം ആ പെർ യൂണിറ്റ് വാല്യൂ ഡിഫറെൻ്റ് ആയി കിടക്കുന്ന സമയത്ത് നമ്മൾ ഏത് പെർ യൂണിറ്റിലാണ് നമ്മളത് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിലേക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ഇപ്പം പഠിക്കാനുള്ളത്. പ്രൈസിങ് ഇസ് റിക്വയർഡ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ടു പ്രൊഡക്ഷൻ ഫോർ കോസ്റ്റിംഗ് പർപ്പസ്. അപ്പം നമ്മൾ ആ മെറ്റീരിയൽ ഏത് പ്രൈസിലാണോ ഇഷ്യൂ ചെയ്യുന്നത് അതിനനുസരിച്ചാണല്ലോ നമ്മൾ പ്രൊഡക്ഷനിൽ മെറ്റീരിയലിൻ്റെ വാല്യൂ നമ്മളവിടെ റെക്കോർഡ് ചെയ്യണം. എന്തിനാണ് നമ്മളത് ടോട്ടൽ കോസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കണമല്ലോ. അപ്പം ആ മെറ്റീരിയൽസിൻ്റെ വാല്യൂ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അസർട്ടൈൻ ചെയ്യുന്നത്. The stock of material in the store may consist of many lots of material purchased at different rates. ഇപ്പോൾ സ്റ്റോക്ക് കിടക്കുന്നത്, നമ്മൾ സ്റ്റോറിൽ കിടക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതവണയായിട്ട് വാങ്ങിച്ചാണ്, അതുകൊണ്ട് തന്നെ പല റേറ്റിലായിരിക്കും അതിൽ കിടക്കുന്നത്. ഇൻ സച്ച് കേസസ് ദർ അറൈസ് ദ പ്രോബ്ലം ആസ് ടു പ്രൈസിങ് ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോബ്ലം വന്നു, എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വാങ്ങിച്ച 10 രൂപക്കാണ്, പിന്നെ രണ്ടാമത് നമ്മൾ വാങ്ങിക്കും 12 രൂപക്കായിരുന്നു, പിന്നെ 13 രൂപയാണ്. അങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ സ്റ്റോറിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ 10 രൂപയാണോ 12 ആണോ 13 ആണോ ഏതിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക, അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നല്ലോ. അപ്പോൾ അതിന് പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്, അതിനുവേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫിഫോ മെത്തേഡ്, പിന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ലിഫോ മെത്തേഡ്, സിമ്പിൾ ആവറേജ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഇങ്ങനെ 4 മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ മെത്തേഡായിട്ട് നമുക്ക് പഠിക്കാം. ഇതിലെ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് അല്ലെ, ഫിഫോ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ റിസീവ് ചെയ്യുന്നത് ആദ്യം ഇഷ്യൂ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം 10 റുപ്പീസിന് പർച്ചേസ് ചെയ്തു, പിന്നെ 12 പിന്നെ 13 ആണ് പർച്ചേസ് ചെയ്തെങ്കിൽ ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പം ഫസ്റ്റ് 10 റുപ്പീസിന് പർച്ചേസ് ചെയ്ത ലോട്ട് എന്നാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. ഇതാണ് ഫിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. After the first lot of material is fully issued, the next lot is taken up for issue. അപ്പോൾ ഒന്നാമത്തെ ലോട്ടിലുള്ള കംപ്ലീറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ രണ്ടാമത്തെ ലോട്ട് ഇഷ്യൂ ചെയ്യാൻ എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യം ഓരോ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഓരോ ലോട്ടായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഒന്നാമത് പർച്ചേസ് ചെയ്ത് കംപ്ലീറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തത് എടുക്കും. As such, the materials are issued in the order in which they are received in the store. ഇപ്പോൾ സ്റ്റോറിൽ റിസീവ് ചെയ്ത ഓർഡറിനനുസരിച്ചായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. വെച്ചാൽ ആദ്യം റിസീവ് ചെയ്ത് ആദ്യം ഇഷ്യൂ ചെയ്യും ആ ഓർഡറിൽ. The pricing of the issue of the first lot is done at the rate it is purchased. അപ്പോൾ ഫസ്റ്റ് ലോട്ട് ഇഷ്യൂ ചെയ്യുമ്പം നമ്മളത് ആദ്യം എത്രയാണ് പർച്ചേസ് ചെയ്ത് ആ റേറ്റിന് തന്നെ ഇഷ്യൂ ചെയ്യും. On issuing material from the second lot, the purchase price of that lot is taken as the issue price. ഇപ്പോൾ ഇഷ്യൂ പ്രൈസും നമ്മൾ ആ രണ്ടാമത്തെ ഇപ്പം ഇഷ്യൂ ചെയ്യുമ്പം അത് എത്രക്കാണോ പർച്ചേസ് ചെയ്ത് ആ പൈസക്ക് തന്നെ അത് ഇഷ്യൂ ചെയ്യും. This method is considered more suitable in times when the price show a falling trend. അപ്പോൾ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ആണെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്ത വെച്ചാൽ വില കൂടിയതൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റത്തെ ലോട്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കിടക്കും അല്ലേ. ആ സമയത്ത് മാർക്കറ്റിൽ എത്രയാണോ റേറ്റ് ആ റേറ്റിൽ തന്നെ നമ്മൾ ക്ലോസിങ് സ്റ്റോക്കും കിടക്കും.
അപ്പം പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ്. അതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓപ്പറേറ്റ്. അല്ലെ, നമുക്കറിയാം ആദ്യം റിസീവ് ചെയ്തത് ആദ്യം ഇഷ്യൂ ചെയ്യുക, അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് an actual cost method. It requires the entire material cost to the production. നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റിന് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്ത കോസ്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഷോൺ അറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ പറഞ്ഞു നമ്മൾ മാർക്കറ്റ് പ്രൈസ് തന്നെയായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ ഇൻക്രീസ് ആണെങ്കിലും ഡിക്രീസ് ആണെങ്കിലും നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തതാണ് നമ്മുടെ കയ്യിൽ ബാക്കി കിടക്കുക, അല്ലെ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിലുള്ള മാർക്കറ്റ് പ്രൈസിലുള്ളത് തന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ കാണിക്കാൻ പറ്റും. Next, this method is suitable where the items are bulky, slow moving and costly because it is easy to identify units belonging to a particular purchase lot. ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്തത് ഇപ്പം ഐറ്റംസ് കുറച്ചുകൂടി ബൾക്കി അതേപോലെ കോസ്റ്റ്ലി ആയിട്ട് മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. നമ്മൾ ഈ യൂണിറ്റ് പർച്ചേസ് ചെയ്ത ലോട്ടിൽ നിന്ന് ഇന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്നുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നെക്സ്റ്റ്, വെൻ ദർ ഈസ് എ റൈസ് ഇൻ പ്രൈസ്, cost of materials charged to production being at lower rate, higher amount of profit is required. പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ഇപ്പം ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കുവാണെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് കുറഞ്ഞ വിലക്കായിരിക്കില്ലേ. അപ്പോൾ ആദ്യം 10 രൂപയ്ക്ക് വാങ്ങിച്ചു, പിന്നെ 11, 12 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ 10 രൂപയ്ക്ക് വാങ്ങിച്ചതായിരിക്കും നമ്മൾ പ്രൊഡക്ഷനിൽ ആദ്യം ചാർജ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ അത് വെച്ചാണ് നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് കൂടുതലല്ലേ കാണിക്കുക, മാർക്കറ്റ് പ്രൈസിന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടുതലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. കാൽക്കുലേഷൻ ബിക്കംസ് കോംപ്ലിക്കേറ്റഡ് വെൻ പ്രൈസസ് ഫ്ലക്ച്വേറ്റ്. പ്രൈസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആയി വരും. എന്നുവെച്ചാൽ കുറച്ചായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്, ഇഷ്യൂ ചെയ്ത കുറച്ചൊരു ലോട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, എന്നുവെച്ചാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും, എന്നുവെച്ചാൽ ഒരുപാട് പ്രൈസസ് അവിടെ വരും. നെക്സ്റ്റ്, വെൻ ദർ ഈസ് പ്രൈസ് ഫ്ലക്ച്വേഷൻ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ചാർജ് ടു പ്രൊഡക്ഷൻ വേരി. ഇപ്പോൾ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ കോസ്റ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഓരോ ലോട്ടിനും ഓരോ പ്രൈസാണ്. അപ്പം ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ്, വെൻ പ്രൈസ് ഡിക്ലൈൻസ്, ജോബ്സ് ആർ ചാർജ് ടു ഹയർ റേറ്റ് ആൻഡ് സ്റ്റോക്സ് ആർ അണ്ടർവാല്യൂഡ് റിസൾട്ടിങ് ഇൻ ലോവർ മാർജിൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ പ്രൈസ് ഡിക്ലൈൻ ചെയ്യുവാണെങ്കിൽ ജോബ്സ് ആർ ചാർജ്ഡ് അറ്റ് ഹയർ റേറ്റ്, അല്ലേ, പഴയ ഹൈ റേറ്റിലുള്ളതായിരിക്കും നമ്മൾ മെറ്റീരിയലിന് ചാർജ് ചെയ്തിരിക്കുന്നത്, പ്രൊഡക്റ്റിന് ചാർജ് ചെയ്തിരിക്കുന്നുണ്ടാവുക. ആൻഡ് സ്റ്റോക്സ് ആർ അണ്ടർ വാല്യൂഡ്. സ്റ്റോക്ക് ആണെങ്കിൽ അണ്ടർ വാല്യൂഡ് ആയിരിക്കും, വെച്ചാൽ പ്രൈസ് കുറഞ്ഞിട്ടാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിട്ടുണ്ടാവുക. റിസൾട്ടിങ് ഇൻ ലോവർ മാർജിൻ ഓഫ് പ്രോഫിറ്റ്. അപ്പം നമ്മുടെ പ്രോഫിറ്റിൻ്റെ മാർജിൻ കുറഞ്ഞതായിട്ട് കാണിക്കും അവിടെ. എന്നുവെച്ചാൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും, അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് പ്രൈസ് കുറവായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പ്രോഫിറ്റ് അണ്ടർ വാല്യൂഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. The following receipts and issues were made of a new item of stores. അപ്പോൾ കുറച്ച് റെസീപ്റ്റ്സും അതേപോലെ ഇഷ്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റോറിൽ റിസീവ് ചെയ്തതും അതേപോലെ പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്തതും. ജൂലൈ 1 പർച്ചേസ് ചെയ്തു നമ്മൾ 300 യൂണിറ്റ്സ് അറ്റ് ₹10 rupees നമ്മൾ പർച്ചേസ് ചെയ്തത്. ജൂലൈ 4 നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 120 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 7 നമ്മൾ പർച്ചേസ് ചെയ്തു, പിന്നെയും 220 യൂണിറ്റ്സ് അറ്റ് ₹11. 18 നമ്മൾ ഇഷ്യൂ ചെയ്ത് 200 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്ത് ടു പ്രൊഡക്ഷൻ. നെക്സ്റ്റ് 29 നമ്മൾ പർച്ചേസ് ചെയ്തു 100 യൂണിറ്റ്സ് അറ്റ് ₹12 എന്ന് പറഞ്ഞിട്ട്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റോഴ്സ് ലെഡ്ജർ ആണ്. ഇപ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റെസീറ്റും ഇഷ്യൂവും ബാലൻസും കാണിക്കണം. റെസീറ്റിൽ തന്നെ നമ്മൾ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് മൂന്നും സെപ്പറേറ്റ് ചെയ്തിട്ടും കാണിക്കണം. ഇപ്പോൾ ജൂലൈയിലുള്ള നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫിഫോ മെത്തേഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്ത് ഒരു തവണ പർച്ചേസ് ചെയ്യുന്നത് നമ്മളൊരു ലോട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യം പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ 300 ആണ്. അപ്പോൾ 300 ആദ്യം അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കാം. ഈ 300 മൊത്തം ഇഷ്യൂ ചെയ്യണം. ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ആദ്യം 120, അത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാം, 300 കൊടുത്തു. ഇനി നമ്മൾ 300 ബാക്കിയുണ്ട്, അല്ലേ. അപ്പോൾ അടുത്ത തവണ ഇഷ്യൂ ചെയ്യുന്ന നമ്മൾ 200 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിൽ 300 എടുത്തിട്ട് ബാക്കി വല്ലതും വേണമെങ്കിൽ മാത്രമേ അടുത്ത ലോട്ടായ 220 പർച്ചേസിന് എടുക്കാൻ പാടുള്ളൂ. 300 കംപ്ലീറ്റ് തീർന്നവരെ അതിൽ നിന്ന് ഇഷ്യൂ ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത ലോട്ടായ 220 എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോമാറ്റും എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം.
അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ ഫോമാറ്റ് പറയാം. ആദ്യം ഡേറ്റ് വേണം, പിന്നെ റെസീറ്റ്, ഇഷ്യൂ, ബാലൻസ് എന്ന് പറഞ്ഞിട്ട് കോളം വേണം. ഈ റെസീറ്റിൽ നമ്മൾ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് സെപ്പറേറ്റ് കാണിക്കണം. ഇഷ്യൂവിലും ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് കാണിക്കണം. ബാലൻസിലും ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് കാണിക്കണം. ഇനി റെസീറ്റിൽ നമ്മൾ GRN നമ്പർ എന്ന് വെച്ചാൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണിക്കണം. നമുക്കിപ്പോൾ എഴുതാനില്ല, അതിനകത്ത് നമുക്ക് GRN നമ്പർ ഒന്നും കോഴ്സിൽ തന്നിട്ടില്ല. അതുപോലെ ഇഷ്യൂ സമയത്ത് MRN നമ്പർ എന്ന് വെച്ചാൽ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്, അതിൻ്റെ നമ്പറിൻ്റെ കോളം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ റെസീറ്റിലെ ഇഷ്യൂവിൽ 4 കോളം വീതം, ബാലൻസിൻ്റെ കേസിൽ 3 കോളം മാത്രം കൊടുക്കാം. ഇനി ഡേറ്റ് കോളത്തിൽ നമ്മൾ ഫസ്റ്റ് ഡേറ്റ് ചെയ്താൽ ഫസ്റ്റ് ഡേറ്റ് നമ്മൾ ജൂലൈ 1 ആണ്. പർച്ചേസ് ആണ് വന്നത് അല്ലേ. പർച്ചേസ് എന്ന് പറഞ്ഞാൽ റെസീറ്റിലാണ് എഴുതേണ്ടത്. ഇതിപ്പോൾ സ്റ്റോറിലുള്ള ക്വാണ്ടിറ്റി കാണിക്കുക. അപ്പോൾ സ്റ്റോറിൽ റിസീവ് ചെയ്തു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 300 യൂണിറ്റ്സ് അറ്റ് 10, ടോട്ടൽ എമൗണ്ട് 3000 അല്ലേ. അത് നേരെ ബാലൻസിലും എഴുതാം, 300, 10, 3000 എന്ന് പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് ഡേറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്പർ 4-ന് നമ്മൾ എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് കാണിക്കണമെന്ന് വെച്ചാൽ ഇഷ്യൂ കോളത്തിൽ ക്വാണ്ടിറ്റി 120, റേറ്റ് എത്രയായിരുന്നു 10-ന് തന്നെയാണ് ഇഷ്യൂ ചെയ്യുക അല്ലേ. ഇഷ്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ തരില്ല. ഇഷ്യൂ ചെയ്യേണ്ടത് ഫസ്റ്റ് റിസീവ് ചെയ്ത ലോട്ടിലുള്ളത്. നമുക്ക് ആകെ ഒരു ലോട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 300-ൻ്റെ ലോട്ടാണ്, അതിൽ 10-നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 10-ന് ഇഷ്യൂ ചെയ്താൽ നമ്മൾ എമൗണ്ട് 1200. ഇനി ബാലൻസ് എത്രയായി, 300-ന് ഈ 120 മൈനസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ ഇനി 180 ആണ് ബാലൻസ് ഉള്ളത്. അതിൻ്റെ റേറ്റ് 10 തന്നെയാണ്, 1800. ആ ഒരു ലോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ഇനി നമ്മൾ 7-ന് എന്ത് ചെയ്തു, പിന്നെയും പർച്ചേസ് ചെയ്തു. നമ്മൾ 220 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. റേറ്റ് 11 ആണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് 2420 വരും. ഇനി നമ്മളത് ബാലൻസിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. 180 നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല, സെപ്പറേറ്റ് ലോട്ടായിട്ട് കാണിക്കണം. അപ്പോൾ 10 റുപ്പീസിൻ്റെ 180 യൂണിറ്റ്സ് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. അതുകൂടാതെ നമ്മൾ 11 റുപ്പീസിൻ്റെ 220 യൂണിറ്റ്സ്. ഇപ്പോൾ റുപ്പീസിനനുസരിച്ച് നമ്മൾ ലോട്ടാക്കണം. 10-ഉം 11-ഉം കൂടി ഒരുമിച്ച് എഴുതാൻ പറ്റില്ല. 10 റുപ്പീസിൻ്റെ എത്ര യൂണിറ്റ്സ് ബാക്കിയുണ്ട്, 11 റുപ്പീസിൻ്റെ എത്ര യൂണിറ്റ്സ് നമ്മളിപ്പം പർച്ചേസ് ചെയ്തു, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വരുന്ന 18-നാണ്. 18-ന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ബാലൻസ് നോക്കുക. 200 ആണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ആദ്യം കിടക്കുന്ന ബാലൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പോൾ ഫസ്റ്റ് നിന്നാണ് ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടത്. ഫസ്റ്റ് ലോട്ടിൽ നമുക്ക് 180 ബാക്കിയുണ്ട്. അപ്പോൾ ആ 180 ആദ്യം ഇഷ്യൂ ചെയ്യാം 10 റുപ്പീസിന്. അതിൻ്റെ റുപ്പീസ് എത്രയാണ്, 6 റുപ്പീസിന് തന്നെ, 1800. അപ്പോൾ നമുക്ക് 200 ആണ് ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലേ. ബാക്കി എത്ര നമുക്ക് രണ്ടാമത്തെ ലോട്ടിൽ നിന്ന് എടുക്കണം. അപ്പോൾ 20 യൂണിറ്റ്സ് എടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ലോട്ടിൽ നിന്ന് 20 എടുക്കുക. അതിൻ്റെ റേറ്റ് ഒക്കെ സെയിം തന്നെ. അതിൻ്റെ റേറ്റ് എത്ര, 11. അപ്പോൾ ആ ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 20 × 11, 220. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആദ്യത്തെ ലോട്ട് തീർന്നാൽ മാത്രമേ രണ്ടാമത്തെ ലോട്ട് നമുക്ക് തൊടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ലോട്ടിൽ 180 ഉണ്ടായിരുന്നു, അത് ആദ്യം ഇഷ്യൂ ചെയ്തു. അതിനുശേഷം 20 വേണം, നമുക്ക് 200 ഇഷ്യൂ ചെയ്യണം. 20 രണ്ടാമത്തെ ലോട്ടിൽ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ ആദ്യത്തെ ലോട്ട് തീർന്നല്ലോ. അപ്പോൾ ബാലൻസ് എഴുതുമ്പോൾ ആദ്യത്തെ ലോട്ട് ഇല്ല. രണ്ടാമത്തെ ലോട്ടിൽ നമ്മൾ 20 എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലോട്ടിൽ എത്ര ബാക്കിയുണ്ട്, ഇനി 200 ബാക്കിയുള്ളൂ അല്ലേ. 220-ന് 20 നമ്മൾ എടുത്തു, 200. അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു, 11. അപ്പോൾ 2200. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് 29-നാണ്. നമ്മൾ പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. ഇത്ര പർച്ചേസ് ചെയ്ത് 100 യൂണിറ്റ്സ് ഫോർ 12 ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്തതിന് ബാലൻസ് എഴുതുന്ന സമയത്ത് നമ്മളതിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു, 200 ഉണ്ടായിരുന്നു അല്ലേ. ബാക്കി ആ 220-ൽ 20 കഴിച്ച് ബാക്കി 200 ബാക്കിയുണ്ട്. അതിൻ്റെ യൂണിറ്റ് റേറ്റ് 11 ആണ്. ഇപ്പോൾ 2200 അവിടെ ബാക്കിയുണ്ട്. അത് കൂടാതെ ഇപ്പോഴത്തെ നമ്മൾ 100 അറ്റ് 12, 1200 എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുള്ളത്, ഇപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് യൂണിറ്റ്സ് എത്ര വരുന്നുണ്ട്, 300 യൂണിറ്റ്സ് ആണ് നമ്മളെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. അതിൽ 200 യൂണിറ്റ്സ് അറ്റ് 11 വെച്ചിട്ടും 100 യൂണിറ്റ്സ് അറ്റ് 12 വെച്ചിട്ടുമാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ 2200 പ്ലസ് 1200 ആണ് നമ്മൾ ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. ഓക്കെ, ക്ലിയർ അല്ലേ. നമ്മൾ ആദ്യത്തെ ലോട്ട് തീർന്നാൽ മാത്രം രണ്ടാമത്തെ ലോട്ടിന് ഇഷ്യൂ ചെയ്യുക, അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ റേറ്റ് എടുക്കുമ്പോൾ ഏത് ലോട്ടിൽ നിന്നാണ് നമ്മൾ യൂണിറ്റ് എടുത്ത് അതേ ലോട്ടിൻ്റെ റേറ്റ് തന്നെ കാണിക്കാം. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്, അല്ലെങ്കിൽ ലിഫോ മെത്തേഡാണ്. അണ്ടർ ദിസ് മെത്തേഡ് ദ മെറ്റീരിയൽസ് റിസീവ്ഡ് ലാസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. നമ്മൾ നേരത്തെ ആദ്യത്തെ ലോട്ട് തീർന്നാലേ നമ്മൾ ലാസ്റ്റ് നിന്ന് എടുക്കാറുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ലാസ്റ്റ് റിസീവ് ചെയ്ത ലോട്ടാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. ദസ് അണ്ടർ ദിസ് മെത്തേഡ് ദ പ്രൈസ് ഓഫ് ദ ലാസ്റ്റ് പർച്ചേസ് ഈസ് used for pricing the materials until the entire quantity of the lot is used up. അപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തതായിരിക്കും നമ്മൾ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷനിൽ നമ്മൾ പ്രൈസിങ് ആയിട്ട് ഈ ലാസ്റ്റത്തെ പ്രൈസ് ആയിരിക്കും നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്.
After this, the price of the just previous purchase lot becomes the issue price. അതിനുശേഷം നമ്മൾ തൊട്ട് മുന്നത്തെ ലോട്ടിലുള്ളത് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഇഷ്യൂ പ്രൈസ് ആ സമയത്ത് എന്താവും, തൊട്ട് മുന്നത്തെ ലോട്ടിലുള്ളതായി മാറും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, സിൻസ് മെറ്റീരിയൽസ് ആർ ചാർജ്ഡ് അറ്റ് എ റീസെൻറ്റ് പ്രൈസ്, cost of production reflects the current market trend and the price quoted of the for the product becomes competitive. നമ്മൾ FIFO മെത്തേഡിലാകുമ്പം നമ്മൾ പ്രൈസ് പ്രൊഡക്റ്റിന് ഇഷ്യൂ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ മെറ്റീരിയലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിലായിരിക്കില്ല, പക്ഷേ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസിന് നമ്മൾ റീസെൻറ്റ് പ്രൈസാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസിനെ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. Next, being an actual cost method, it ensures complete recovery of material cost from production. ഇതിലും നമ്മൾ ആ സെയിം തന്നെയാണ് എന്ന് വെച്ചാൽ എല്ലാ യൂണിറ്റ്സും നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അതേ റേറ്റിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ, പർച്ചേസ് ചെയ്ത സെയിം റേറ്റിൽ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പർച്ചേസ് ചെയ്ത കോസ്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് റിക്കവർ ചെയ്യാൻ വെച്ചാൽ കംപ്ലീറ്റ്ലി നമുക്ക് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് റൈസിംഗ് പ്രൈസസ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഇൻഫ്ലേറ്റ് പ്രോഫിറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താകുമ്പം നമ്മൾ ഇൻക്രീസ്ഡ് പ്രൈസ് തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് ആവശ്യമില്ലാതെ കൂടി കാണിക്കുന്നില്ല, ഇൻഫ്ലേറ്റഡ് പ്രോഫിറ്റ് കാണിക്കുന്നില്ല. നെക്സ്റ്റ് പറയുന്നത്, ദിസ് മെത്തേഡ് ഇസ് സ്യൂട്ടബിൾ വെൻ purchases are not too many and the prices are either steady or rising. ഇപ്പോൾ റൈസിങ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റഡി ആയിരിക്കുന്ന സമയത്താണ് ഇത് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആകുന്നത്. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ബൾക്കി മെറ്റീരിയൽസ് വിത്ത് ഹൈ യൂണിറ്റ് പ്രൈസസ്. ഇപ്പോൾ ബൾക്കി മെറ്റീരിയലിൻ്റെ കേസിലാണ് ഇത് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആകുന്നത്. അതേപോലെ ഫസ്റ്റ് മെത്തേഡും ബൾക്കി പ്രോഡക്ട്സിൻ്റെ കയ്യിൽ നമുക്ക് സ്യൂട്ടബിൾ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ആ പ്രൈസിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ആവറേജ് പ്രൈസിലൊന്നല്ല, അതേ പ്രൈസിൽ തന്നെ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇന്ന പ്രൈസിലാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന്. നെക്സ്റ്റ്, ഡിമെറിറ്റ് എന്ന് പറയുന്നത്, വെൻ ദർ ഈസ് ഹൈ ഫ്ലക്ച്വേഷൻ ഇൻ റേറ്റ്സ് കാൽക്കുലേഷൻ ബിക്കംസ് കോംപ്ലിക്കേറ്റഡ്. ഇത് നമ്മൾ ഫിഫോയുടെ കേസിലും പറഞ്ഞു, നമ്മൾ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറേ പ്രൈസ് ഉണ്ടാവും അവിടെ. Next, the work of pricing is delayed if the latest received rate is not readily available. ചില സമയത്ത് നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്തതിൻ്റെ റേറ്റ് അവിടെ നോട്ട് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് അതാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി അത് പർച്ചേസ് ചെയ്ത് കുറേ കാലമായി കാണും, അപ്പോൾ ഓൾറെഡി അതിൻ്റെ പ്രൈസൊക്കെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാകും. ലാസ്റ്റത്തെ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ റേറ്റ് നോട്ട് ചെയ്ത് കാണില്ല. അപ്പോൾ നമ്മൾ പ്രൈസ് ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രൈസ് കാണിക്കാൻ പറ്റില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഡിലേ ആവും. നെക്സ്റ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് വിച്ച് ഡസ് നോട്ട് റെപ്രസെൻറ്റ് കറണ്ട് കണ്ടീഷൻ. ഇപ്പോൾ ഫിഫോ മെത്തേഡിലാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും, പക്ഷേ ലിഫോ മെത്തേഡിലാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ടെങ്ങോ പർച്ചേസ് ചെയ്ത റേറ്റിലായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുന്നത് അല്ലേ. ഇപ്പം പർച്ചേസ് ചെയ്തൊക്കെ നമ്മൾ ആ റേറ്റിൽ ഇഷ്യൂ ചെയ്തു പോയി, അപ്പോൾ പണ്ട് പർച്ചേസ് ചെയ്ത റേറ്റിലാണ് നമുക്കവിടെ കിടക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ അത് കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ സ്റ്റോർസ് ലെഡ്ജർ അണ്ടർ ലിഫോ മെത്തേഡ് ഓഫ് പ്രൈസിങ്. ഇപ്പോൾ ഡേറ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ട്രാൻസാക്ഷൻ ജൂൺ 1 നമ്മൾ റിസീവ് ചെയ്തു എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്തു. 500 kg ആണ്, 10 rupeesനാണ് പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ പെർ kg 10 rupeesന്. അങ്ങനെ 10th പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തു 300 യൂണിറ്റ്സ് 12നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 15th നമ്മൾ ഇഷ്യൂ ചെയ്യുവാണ്, 700 ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് നമ്മൾ പ്രൈസ് റേറ്റ് പെർ kg നമുക്ക് തരില്ല, നമ്മളത് എന്ത് ചെയ്യണം, എടുക്കണം അല്ലേ. കറക്റ്റ് ലിഫോ ആണോ ഫിഫോ ആണോ എന്ന് വെച്ച് നമ്മൾ എടുക്കണം. നെക്സ്റ്റ് റിസീവ് ചെയ്തിരിക്കുന്നതാണ് 20th 400 kg 14 രൂപക്ക്. അതിനുശേഷം 25th ഇഷ്യൂ ചെയ്തു 300 kg. 27th റിസീവ് ചെയ്തു 500 kg 11 rupeesന്. പിന്നെ 30th നമ്മൾ ഇഷ്യൂ ചെയ്തു 200 kg. അതിൻ്റെ പ്രൈസും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫിഫോ ആണോ ലിഫോ ആണോ എന്ന് വെച്ച് ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫിഫോ മെത്തേഡ് ചെയ്തല്ലോ. ഫിഫോ മെത്തേഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പർച്ചേസ് ചെയ്ത ലോട്ട് എന്നാണ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തത്. ഇവിടെ ഇപ്പം നമുക്ക് ഫസ്റ്റത്തെ ഇഷ്യൂ വരുന്ന 15th അതിന് മുന്നേ 2 ലോട്ട് ഉണ്ടല്ലോ, ഒരു 500 ലോട്ടുണ്ട്, ഒരു 300 ലോട്ടും ഉണ്ട്. അപ്പം നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, 300 ലോട്ട് എന്നാണ് ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടത്. അത് തീർന്നാൽ മാത്രമേ 500ലേക്ക് പോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ബാലൻസിൽ ലാസ്റ്റ് നിന്ന് എടുക്കണം, ഫസ്റ്റ് നിന്ന് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ലിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നമ്മൾ ഫിഫോ മെത്തേഡ് ചെയ്തില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇവിടെ ഒന്ന് പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. അപ്പം ചെയ്ത് നോക്കി എല്ലാവരും.
അപ്പോൾ എല്ലാവരും ചെയ്തില്ലേ എന്ന് നമുക്ക് നോക്കാം ആൻസർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കിയേ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ജൂൺ 1 മെറ്റീരിയൽ റിസീവ്ഡ് എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്തു. എത്ര പർച്ചേസ് ചെയ്തത്? നമ്മൾ 500 at 10 അല്ലേ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? 500 10 അതിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 5000 റെസീറ്റ് കോളത്തിൽ എഴുതി. ബാലൻസ് കോളത്തിൽ അത്ര മാത്രമേ ഉള്ളൂ അല്ലേ, അത് മാത്രമേ ഉള്ളൂ, ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് ബാലൻസിൽ എഴുതി. രണ്ടാമത്തെ ഡേറ്റ് 10 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസീറ്റ് കോളത്തിൽ അത് എഴുതണം. 300 at 12. അപ്പോൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഡേറ്റിൽ നമ്മൾ ബാലൻസ് വരുമ്പോൾ എന്തൊക്കെ ബാലൻസ് ഉണ്ടാവും? ആദ്യത്തെ 500ഉം ഇപ്പോഴത്തെ 300ഉം. അപ്പോൾ രണ്ടും സെപ്പറേറ്റ്ലി തന്നെ കാണിക്കണം. ടോട്ടൽ ബാലൻസ് 3600ഉം 5000ഉം ആയിട്ട് വരും അല്ലേ. 500ഉം 300ഉം. ഇനി നെക്സ്റ്റ് വരുന്ന 15 നമ്മൾ ഇഷ്യൂ ചെയ്തു. 700 ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ഇഷ്യൂ കോളത്തിലാണ് എഴുതേണ്ടത്. എഴുതുന്നതിന് മുന്നേ നമ്മൾ നോക്കാം ലാസ്റ്റത്തെ ലോട്ട് ആദ്യം എടുക്കണം. ലാസ്റ്റത്തെ നമ്മൾ അതിലിപ്പോൾ 2 ലോട്ടാണ്, ഒന്ന് 500ൻ്റെ ഒന്ന് 300ൻ്റെ. ഇപ്പോൾ 700 എടുക്കണമെങ്കിൽ ആദ്യം 300ൻ്റെ ലോട്ടിൽ നിന്ന് എടുക്കുക. അപ്പോൾ 300 ഫുള്ള് നമ്മൾ എടുക്കേണ്ടി വരും അല്ലേ, 700 നമുക്ക് വേണം. അപ്പോൾ 300 എടുത്തു, അതിൻ്റെ റേറ്റ് എഴുതാം 12 3600. ബാക്കി ഇനി 400 വേണം, അത് വേണം ഈ 500ൻ്റെ ലോട്ട് നമ്മൾ എടുക്കാൻ. അപ്പോൾ അതിൽ നിന്ന് 400 എടുത്തു, അതിൻ്റെ റേറ്റ് 10 ഇഷ്യൂ ചെയ്തു. അപ്പോൾ 4000 അത് ഇഷ്യൂ ചെയ്തു. ഇതിൻ്റെ ബാലൻസ് എത്രയുണ്ട്? ആ 300 കംപ്ലീറ്റ് തീർന്നു. ആ 500 നമ്മൾ 400 എടുത്തു, അപ്പോൾ അവിടെ ഒരു 100 മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ റേറ്റ് എഴുതാം. ഏതിലാണ് 100 ബാക്കിയുള്ള? 500 10 എന്നുള്ളതിലാണ് 100 ബാക്കി. അപ്പോൾ 10 ആണ് നമ്മൾ അവിടെ എഴുതേണ്ട റേറ്റ്. അപ്പോൾ 1000 ആയി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് എപ്പോഴാണ്? 20th അല്ലേ. 20th നമ്മൾ റിസീവ് ചെയ്തു 400 യൂണിറ്റ്സ് at 14. അപ്പോൾ അത് റെസീറ്റ് കോളത്തിൽ എഴുതാം. ബാലൻസിൽ എഴുതുമ്പോൾ എന്ത്? ആദ്യത്തെ 100ൻ്റെ ബാലൻസ് എഴുതാം, അതിനുശേഷം ഈ 400 at 14 എഴുതാം. നെക്സ്റ്റ് വരുന്നത് ഇഷ്യൂ ചെയ്യുകയാണ് 25th. ഇഷ്യൂ ചെയ്തത് എത്രയാണ്? 300 ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എവിടെ നിന്ന് എടുക്കണം? ലാസ്റ്റത്തെ ലോട്ടിൽ നിന്ന് എടുക്കണം. ലാസ്റ്റ് ലോട്ടിൽ 400 ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 300 എടുക്കാം അല്ലെ, മറ്റേ ലോട്ട് നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാലൻസ് എത്രയായി? ആ 100 at 10 ഫുള്ളായിട്ട് അവിടെ ഉണ്ട്. 400 at 14 നമ്മൾ 300 എടുത്തു, അപ്പോൾ ബാക്കി 100 at 14 അത് ബാലൻസ് ആയിട്ട് വരും അല്ലേ. നെക്സ്റ്റ് നമുക്ക് 27th നമ്മൾ റിസീവ് ചെയ്തു. അപ്പോൾ റിസീറ്റ് കോളത്തിൽ 500 at 11 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ബാലൻസ് എന്തായി? 3 ബാലൻസ് ആയാലും നമുക്ക് ഓൾറെഡി 2 ബാലൻസ് ഉണ്ടായിരുന്നു, 100 and 100ൽ പിന്നെ ഒരു 500ഉം കൂടി വന്നു. അപ്പം നമുക്ക് 100 100 500 3 ബാലൻസ് വന്നു. 3 ബാലൻസിന് ശേഷം നമുക്ക് 30th പിന്നെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ എത്ര ഇഷ്യൂ ചെയ്യുന്നത്? നമ്മൾ 200 ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 200 എവിടെ നിന്ന് എടുക്കും? നമ്മൾ ലാസ്റ്റ് ലോട്ടിൽ നിന്ന്. ലാസ്റ്റ് ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 500 200 എടുത്തു. 500ൻ്റെ റേറ്റ് എത്രയായിരുന്നു? 11 ആയിരുന്നു. അപ്പോൾ 11 എടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ട്? ആദ്യത്തെ 100ഉം നമ്മൾ തൊട്ടിട്ടില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം. ഈ 500 നമ്മൾ 200 എടുത്തത്. അപ്പോൾ 500ൽ എത്രയുണ്ട് ബാക്കി? 300 ബാക്കിയുണ്ട്. അപ്പോൾ 300 എഴുതാം, അതിൻ്റെ റേറ്റ് തന്നെ എഴുതാം 11. അപ്പോൾ 3300. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ലിഫോ മെത്തേഡിൽ. അപ്പോൾ ഇതിൽ ക്ലോസിംഗ് ബാലൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പറയാൻ പറ്റുന്നത്? ടോട്ടൽ യൂണിറ്റ്സ് എത്രയുണ്ട്? 300ഉം 100ഉം 100ഉം അല്ലേ. അപ്പോൾ 500 യൂണിറ്റ്സ് ആണ് ബാക്കിയുള്ളത്. ഇനി അതിൻ്റെ വാല്യൂ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1000 + 1400 + 3300 5700 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. ഓക്കെ, എല്ലാവരും ചെയ്ത കറക്റ്റ് അല്ലേ? ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡാണ്. അപ്പോൾ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ദി ഇഷ്യൂ പ്രൈസ് അണ്ടർ ദിസ് മെത്തേഡ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഓഫ് ദ പ്രൈസസ് ഓഫ് ഡിഫറെൻറ്റ് ലോട്ട്സ് ഓഫ് മെറ്റീരിയൽ ഇൻ ദ സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡിലാണെങ്കിൽ അതുവരെ നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കാം. ആ സ്റ്റോക്കിൽ ഓരോന്നിൻ്റെയും പെർ യൂണിറ്റ് വാല്യൂ നോക്കാം. എന്നിട്ട് ആ യൂണിറ്റിൻ്റെ വാല്യൂയുടെ ആവറേജ് എടുക്കുക. ഇപ്പോൾ 2 യൂണിറ്റ് വാല്യൂ മാത്രമേ ഉള്ളെങ്കിൽ രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 എടുക്കാം. 3 ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 3 എടുക്കാം. നമുക്കറിയാമല്ലോ ആവറേജ് എങ്ങനെ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. Suppose the following are 3 different loads of material in stock when certain quantity of material is to be issued. അപ്പോൾ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ബാലൻസ് കിടക്കുന്നത് 400 യൂണിറ്റ്സ് at 6, 4300 യൂണിറ്റ്സ് at 7 and 500 യൂണിറ്റ്സ് at 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ലോട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഡിവൈഡ് ബൈ 3 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പെർ യൂണിറ്റ് വാല്യൂ? 6ഉം 7ഉം 8ഉം. അപ്പോൾ 6ഉം 7ഉം 8ഉം ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3 എടുക്കുക, ₹7. ഈ 7 rupeesലാണ് അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ലോട്ടിൻ്റെ വാല്യൂ എല്ലാം എടുക്കുന്നത് നമ്മൾ അതുവരെ നമ്മുടെ കയ്യിൽ എത്ര ലോട്ട് ബാലൻസ് ഉണ്ട് ആ ബാലൻസിൻ്റെ എല്ലാത്തിൻ്റെയും പെർ യൂണിറ്റ് നോക്കുക. ആ പെർ യൂണിറ്റിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്.
ഇപ്പോൾ സിമ്പിൾ ആവറേജ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ്. മറ്റേതിലാകുമ്പോൾ നമ്മൾ ഫിഫോ ലിഫോ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇന്ന ലോട്ടിൽ നിന്ന് എടുത്തു അതിൻ്റെ റേറ്റ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണണം. ഇതിലൊന്നുമില്ല, നമ്മൾ അതുവരെയുള്ള എല്ലാ ലോട്ടും നോക്കി ആവറേജ് അങ്ങ് എടുത്താൽ മതി. ഇറ്റ് ഗീവ്സ് ഗുഡ് റിസൾട്ട്സ് വെൻ പ്രൈസസ് ആർ സ്റ്റേബിൾ. പ്രൈസ് ഒരുപാട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുകൊണ്ട് ഗുഡ് റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റ്, ഇറ്റ് മിനിമൈസ് ദ വേരിയൻസ് ഇൻ ദ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ കോസ്റ്റിലും മാർക്കറ്റ് പ്രൈസിലുള്ള വേരിയൻസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മളിപ്പം ഫിഫോ മെത്തേഡിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഒരുപാട് വേരിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ലിഫോ മെത്തേഡിൽ എടുക്കുവാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് വേരിയേറ്റ് ചെയ്യും. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ആ ഡിഫറൻസ് മിനിമൈസ് ചെയ്യുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡ് എടുക്കുമ്പോഴാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ആക്ച്വൽ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് പ്രൈസിനല്ല നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തിരുന്ന റേറ്റിൽ ചിലപ്പം ഫുള്ളി നമുക്ക് പ്രൊഡക്ഷനിലേക്ക് അലോക്കേറ്റ് ചെയ്തില്ല എന്ന് വരും. ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് അല്ല അതിൽ യൂസ് ചെയ്യുന്നത്, ആവറേജ് മാത്രം എടുക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് ഗിവ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട്സ് വെൻ ദ പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ് ഫ്ലക്ച്വേറ്റ് കൺസിഡറബിളി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് ആണെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെയുള്ള സാറ്റിസ്ഫാക്ടറി റിസൾട്ട്സ് കിട്ടണം എന്നില്ല ഇതിനകത്ത്. നെക്സ്റ്റ്, ഐഡൻറ്റിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോഴ്സ് ഈസ് ലോസ്റ്റ്. അപ്പം നമ്മൾ ഇതിൽ മെറ്റീരിയലിൻ്റെ ഐഡൻറ്റിറ്റി പോകുമെന്ന് പറയുന്നത് നമ്മൾ ഇന്ന ലോട്ടിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത്. പക്ഷെ നമ്മൾ മറ്റേതാകുമ്പോൾ നമ്മൾ ഇന്ന ലോട്ടിൽ നിന്ന് ഇഷ്യൂ ചെയ്തു അതിൻ്റെ ബാക്കി അപ്പുറത്ത് എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡേറ്റിന് പർച്ചേസ് ചെയ്തത് ഇന്ന പ്രോഡക്റ്റിലേക്ക് ഇഷ്യൂ ആയി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഇതിൽ ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആസ്പെക്റ്റ് ഇതിൽ വരുന്നില്ല. സിമ്പിൾ ആവറേജിൽ നമ്മൾ ഇന്ന ലോട്ടിൽ നിന്നല്ല എടുക്കുന്നത്, നമ്മൾ എല്ലാ ലോട്ടിൽ നിന്നും കൂടെ ആവറേജ് പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. അപ്പോൾ സിമ്പിൾ ആവറേജിൽ നമ്മൾ യൂണിറ്റ് പ്രൈസിൻ്റെ ആവറേജ് എടുത്തു. പക്ഷേ വെയ്റ്റഡ് ആവറേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലൈക്ക് ദ സിമ്പിൾ ആവറേജ് മെത്തേഡ്, ദിസ് മെത്തേഡ് ഗിവ്സ് ഡ്യൂ വെയിറ്റേജ് ടു ദ ക്വാണ്ടിറ്റീസ് ഓൾസോ. അവിടെ നമ്മൾ ക്വാണ്ടിറ്റി നോക്കിയേ ഇല്ല, സിമ്പിൾ ആവറേജിൽ യൂണിറ്റ് പ്രൈസ് മാത്രം എടുത്തു. പക്ഷേ ഇവിടെ ക്വാണ്ടിറ്റിയും കൂടി നോക്കുന്നുണ്ട്. ICMA London defines weighted average price as a price which is calculated by dividing the total cost of material in stock by the total quantity of material in the stock. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത യൂണിറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ആവറേജ് കാണുകയോ ചെയ്തത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പറയുന്നത്, ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്. ആ ഡേറ്റിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റ് 3 ലോട്ട് ഉണ്ടെങ്കിൽ 3 ലോട്ടിൻ്റെയും ടോട്ടൽ ഇല്ലേ, നമ്മൾ ടോട്ടൽ കോളം വരുന്നില്ലേ, എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ എടുക്കാം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഡിവൈഡിങ് ബൈ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ ദ സ്റ്റോക്ക്. അപ്പം ക്വാണ്ടിറ്റി കോളത്തിലുള്ള ടോട്ടൽ വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളെന്ന് വെച്ചാൽ വെയിറ്റിന് നമ്മൾ ക്വാണ്ടിറ്റിക്കും കൂടി നമ്മൾ വെയിറ്റ് കൊടുത്തിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ദ ഇഷ്യൂ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ബൈ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റോക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഈച്ച് ടൈം വെൻ എ ന്യൂ പർച്ചേസ് ഈസ് മെയ്ഡ്. ഓരോ പർച്ചേസ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഓരോ തവണയും നമ്മൾ പിന്നെയും അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്. എന്നിട്ടാണ് നമ്മൾ ആ റേറ്റിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. പ്രൈസിങ് ഇസ് മോർ ആക്യുറേറ്റ് ആസ് ഇസ് കൺസിഡേർഡ് ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് പ്രൈസ്. പ്രൈസും ക്വാണ്ടിറ്റിയും രണ്ടും കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസിങ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. This is the most desirable method to be adopted as it evens out the effects of price fluctuations. അപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻസിൻ്റെ ചേഞ്ചസിനെ നമ്മൾ ഈവൻ ചെയ്ത് അത് നമ്മൾ മാക്സിമം അതിൻ്റെ എഫക്ട്സ് വരാത്ത രീതിയിലാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The need for calculation of new issue price arises only when a new lot of material is received. അപ്പം നമ്മൾ പുതിയ ലോട്ട് ഓഫ് മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നത് വരെ നമ്മൾ ആ കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഇഷ്യൂ പ്രൈസ് തന്നെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ മതി അല്ലേ. പുതിയ ഒരു ലോട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇഷ്യൂ പ്രൈസ് ചേഞ്ച് ആവുന്നുള്ളൂ. നെക്സ്റ്റ്, ഇൻവെൻട്രി അണ്ടർ ദിസ് മെത്തേഡ് ഇസ് വാല്യൂഡ് ഓൺലി അറ്റ് 1 റേറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്ത് ചെയ്യും, നമ്മൾ 2-3 റേറ്റിലാണല്ലേ വാല്യൂ ചെയ്യുന്നത്. ഇവിടെ ഒറ്റൊരു റേറ്റിലാണ് നമ്മൾ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നത്. ആവറേജ് ആയിട്ട് വരുന്ന ഒരു റേറ്റ് ഉണ്ടാവും, ആ റേറ്റിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് കാൽക്കുലേഷൻ ഇസ് സ്റ്റഡിയസ്, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ് അല്ലേ, നമുക്കിത് ഓരോ ടൈമും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൈസസ് ആർ ടു ബി വർക്ക്ഡ് ഔട്ട് ഇൻ ഡെസിമൽസ് ടു ഗെറ്റ് കറക്റ്റ് റിസൾട്ട്സ്. അപ്പോൾ ഡെസിമൽസിലൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേണ്ടി വരും. നെക്സ്റ്റ്, ദ മെറ്റീരിയൽ കോസ്റ്റ് ആർ നോട്ട് ചാർജ്ഡ് ഔട്ട് ടു ആക്ച്വൽ കോസ്റ്റ്. ദ ഇഷ്യൂ പ്രൈസ് കണ്ടെയ്ൻസ് ആൻ എലമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത ആ റേറ്റ് ഒരിക്കലും
കംപ്ലീറ്റ്ലി നമുക്കത് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വേറൊരു റേറ്റിലാണ് നമ്മൾ അത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ടുക്ക് പ്ലേസ് ഇൻ റെസ്പെക്ട് ഓഫ് എ മെറ്റീരിയൽ ഡ്യൂറിങ് മാർച്ച് 2014 മാർച്ചിൽ കുറച്ച് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഡേറ്റ് നോക്കാം. മാർച്ച് 1 നമുക്ക് ബാലൻസ് ഉണ്ട് സ്റ്റോറിൽ 600 യൂണിറ്റ്സിൻ്റെ. അതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് 4 ആണ്. ഇനി 6th നമ്മൾ റിസീവ് ചെയ്തു 400 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 5 പെർ യൂണിറ്റ്. അതിനുശേഷം 8th നമ്മൾ ഇഷ്യൂ ചെയ്തു 300 യൂണിറ്റ്സ്. ഇഷ്യൂ പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം. 25th നമ്മൾ റിസീവ് ചെയ്തു 200 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 6. 30th നമ്മൾ ഇഷ്യൂ ചെയ്തു 250 യൂണിറ്റ്സ്. അതിൻ്റെ നമ്മൾ വാല്യൂ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രിപ്പയർ സ്റ്റോർസ് വെച്ച് അണ്ടർ സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്, രണ്ട് മെത്തേഡിലും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് മെത്തേഡിലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ നോക്കാം. അപ്പോൾ മാർച്ച് 1 ഫസ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ് മാത്രമേ എഴുതണ്ടുള്ളൂ അല്ലേ. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് 600 യൂണിറ്റ്സ് അറ്റ് 4 at 2400 ആണ് എമൗണ്ട് വരാം. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻ വരുന്നത് 6th റിസീവ് ചെയ്യുകയാണ് 400 യൂണിറ്റ്സ് അറ്റ് 5. അപ്പോൾ 400 യൂണിറ്റ്സ് ഏതാ, റേറ്റ് 5 ആണ്. അപ്പോൾ എമൗണ്ട് എത്രയാണ്, 2000 ആണ്. അപ്പോൾ നമ്മൾ ബാലൻസ് എഴുതുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ബാലൻസ് എഴുതിയാൽ മതി. ഓരോ ലിഫോയിൽ മാത്രമേ നമ്മൾ ബാലൻസ് ഓരോ ലോട്ടായിട്ട് എഴുതേണ്ടതുള്ളൂ. ഇതിൽ വെച്ചാൽ നമ്മൾ ലോട്ട് എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ ആ റേറ്റ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ റേറ്റ് എഴുതേണ്ട, റേറ്റ് എപ്പോൾ മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ എന്ന് വെച്ചാൽ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ റേറ്റ് എഴുതിയാൽ മതി, ബാലൻസിന് റേറ്റ് വേണ്ട. പക്ഷേ സിമ്പിൾ വെയ്റ്റഡ് ആവറേജിലാകുമ്പം ഓരോ റിസീറ്റിന് സമയത്തും നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇതിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ യൂണിറ്റ്സ് ടോട്ടൽ ചെയ്ത് ഏതാ 600 നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, 400 വാങ്ങിച്ചു. ഇപ്പോൾ 1000 യൂണിറ്റ്സ് ക്വാണ്ടിറ്റി അല്ലേ. ഇനി എമൗണ്ട് എഴുതുമ്പോൾ 2400 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ 2000 എമൗണ്ട് ഉണ്ട്. ഇപ്പോൾ 4400 അങ്ങനെ മാത്രം എഴുതിയാൽ മതി. ഇനി 6th കഴിഞ്ഞാൽ നെക്സ്റ്റ് 8th നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ്. ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 8th ഇഷ്യൂ ചെയ്യുന്ന എത്ര യൂണിറ്റ്സാണ്, 300 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ ആദ്യത്തെ റേറ്റ് 4ഉം പിന്നെ 5ഉം ആയിരുന്നു അല്ലേ. അപ്പോൾ 4 + 5 ഡിവൈഡഡ് ബൈ 2, രണ്ട് റേറ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ രണ്ട് റേറ്റിൻ്റെയും ആവറേജ് എടുക്കാം. അപ്പോൾ 4.5 നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 1350. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് കാണുമ്പം യൂണിറ്റ്സ് ക്വാണ്ടിറ്റി 1000 300 ഇഷ്യൂ ചെയ്തു 700, എമൗണ്ട് 4400 1350 നമ്മൾ ഇഷ്യൂ ചെയ്തു, ബാക്കി 3050 അങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ഡേറ്റിന് 25th നമ്മൾ റിസീവ് ചെയ്യുകയാണ് 200 യൂണിറ്റ്സ് അറ്റ് 6. ഇപ്പോൾ 200 × 6 1200 എഴുതി. ബാലൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, 700 ആയിരുന്നു അതിൻ്റെ മുന്നത്തെ ഡേറ്റിലുള്ളത്, അതിൻ്റെ കൂടെ 200 ആഡ് ചെയ്യുക 900, 3050 ആയിരുന്നു, അതിൻ്റെ കൂടെ 1200 ആഡ് ചെയ്യുക, അപ്പോൾ 4250. അപ്പോൾ അങ്ങനെ മാത്രം എഴുതാം. ഇനി അടുത്ത ഇഷ്യൂ വരുവാണ് 30th. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പെർ യൂണിറ്റ് കാണണം അല്ലേ. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കാം നമ്മുടെ കയ്യിൽ എത്ര ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, 250 ആണ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള റേറ്റ് നോക്കാം നമുക്ക് എന്തൊക്കെയായിരുന്നു റേറ്റ് വന്നത്. ആദ്യത്തേൽ 4, പിന്നെ 5, പിന്നെ 6, 3 റേറ്റ് ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ പർച്ചേസ് ചെയ്തപ്പം. അപ്പോൾ 4 + 5 + 6 ഡിവൈഡഡ് ബൈ 3 എടുത്താൽ മതി. അപ്പം 5 ആണ് നമുക്ക് പെർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ 250 എന്തിൽ ചെയ്യുക, 5 rupeesൽ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് 1250 ഇഷ്യൂ ആയി. അപ്പോൾ ടോട്ടൽ ബാലൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, 900 250 മൈനസ് ചെയ്യുക, 650 എഴുതാം. എമൗണ്ട് 4250 1250 മൈനസ് ചെയ്യുക, 3000 എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വേണം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതുവരെ പർച്ചേസ് ചെയ്ത എല്ലാ യൂണിറ്റും ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യത്തെ ഇഷ്യൂ നടത്തുമ്പം അതുവരെ രണ്ട് റേറ്റ് ഉണ്ടായിരുന്നു, ഓപ്പണിംഗ് ബാലൻസിൻ്റെ റേറ്റും പിന്നെ ഒരു പർച്ചേസ് ചെയ്ത 5ഉം. അപ്പോൾ 4 + 5 ഡിവൈഡ് ബൈ 2. രണ്ടാമത്തെ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് അവിടെ 3 റേറ്റ് വന്നു, ഓപ്പണിംഗ് ബാലൻസിൻ്റെ 4ഉം ആദ്യം പർച്ചേസ് ചെയ്ത 5ഉം പിന്നെ പർച്ചേസ് ചെയ്ത 6ഉം. അപ്പോൾ 4 + 5 + 6 ഡിവൈഡഡ് ബൈ 3 എടുക്കണം. എന്ന് വെച്ചാൽ അതുവരെയുള്ള റേറ്റിൻ്റെ ബാലൻസ് ആയിട്ട് എടുത്താൽ മതി നമ്മൾ. ഇനി സെയിം പ്രോബ്ലം നമുക്ക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഡേറ്റിനുള്ള സെയിം തന്നെ അല്ലേ, ബാലൻസ് എഴുതുമ്പം 600 4 പെർ യൂണിറ്റിൽ 2400 വന്നു. നമ്മൾ 6th ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ റിസീവ് ചെയ്യുകയാണ് 400 യൂണിറ്റ്സ്. അപ്പോൾ റിസീവ് കോളത്തിൽ 400 × 5 2000 തന്നെ എഴുതാം. ബാലൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതണം അല്ലേ. 600 + 400 1000 വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു,
2400 പ്ലസ് 2000 4400 വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ 4400 ഡിവൈഡഡ് ബൈ എന്ന് വെച്ചാൽ ആ ഡേറ്റിലുള്ള ക്വാണ്ടിറ്റിയും ആ ഡേറ്റിലുള്ള എമൗണ്ട് വെച്ച് കണ്ടെന്നാൽ മതി. ബാലൻസ് നോക്കാം. ബാലൻസിൽ ആ ഡേറ്റിൽ എത്ര, ക്വാണ്ടിറ്റി 1000ഉം എമൗണ്ട് 4400 അല്ലേ. അപ്പോൾ 4400 ഡിവൈഡഡ് ബൈ 1000, അപ്പോൾ നമുക്ക് എത്ര എഴുതി, 4.40 കിട്ടി. അപ്പം അങ്ങനെയാണ് ഓരോ ഡേറ്റിനും ഓരോ പർച്ചേസ് നടക്കുന്ന സമയത്തും നമ്മളവിടെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത പർച്ചേസ് വരെ ആ റേറ്റ് തന്നെ ആയിരിക്കും. അടുത്ത പർച്ചേസ് വരുമ്പോൾ മാത്രമേ റേറ്റ് മാറുള്ളൂ. അപ്പോൾ ആ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ ടോട്ടൽ എമൗണ്ട് എത്രയായി, ബാലൻസിൽ 4400 ആയി, അത് ഡിവൈഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി, അപ്പോൾ 4.40 വന്നു. നെക്സ്റ്റ് ഡേറ്റ് വരുന്ന എപ്പോഴാണ്, 8th ഇഷ്യൂ ചെയ്യുകയാണ് 300 യൂണിറ്റ്സ്. അപ്പോൾ 300 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റേറ്റിലായിരിക്കും, 4.40. അപ്പോൾ 1320 ആയി. അപ്പോൾ നമ്മൾ ബാക്കി എത്ര, 700 അറ്റ് 3080, അതങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ അവിടെ റേറ്റ് നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ ഒരു പർച്ചേസ് വരുവാണ് 200 യൂണിറ്റ്സ് അല്ലെ. 25th 200 യൂണിറ്റ്സ് അറ്റ് 6 വന്നു. അപ്പോൾ 200 യൂണിറ്റ്സ് എഴുതി, എന്നിട്ട് അത് ടോട്ടൽ എമൗണ്ടിലേക്ക് നമ്മൾ 3080 പ്ലസ് 1200 എഴുതി. അപ്പോൾ പുതിയ പർച്ചേസ് വന്നല്ലോ, അപ്പോൾ നമ്മൾ റേറ്റ് പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 4280 ഡിവൈഡഡ് ബൈ 900 എന്ന് പറഞ്ഞിട്ട് അടുത്ത റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, 4.75. അപ്പോൾ പർച്ചേസ് വരുമ്പോൾ മാത്രമേ നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളൂ. നേരത്തെ നമ്മൾ പഠിച്ചത് സിമ്പിൾ ആവറേജിൽ എന്താണ്, ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമേ റേറ്റ് കണ്ടുള്ളൂ. ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി 30th ഒരു ഇഷ്യൂ വരുന്നുണ്ട്, 250 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 250 യൂണിറ്റ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.75 എടുക്കാം. അപ്പോൾ 1187.5 വരും. ബാലൻസ് 3092.5. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി ഈ മൊഡ്യൂളിൽ ഒരു ചെറിയ ടോപ്പിക്കും കൂടിയുണ്ട്, പാക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. മാനുഫാക്ചർ ഗുഡ്സ് ആർ ടു ബി പ്രോപ്പർലി പാക്ഡ്. മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ പാക്കിംഗ് ഓഫ് ദ പ്രോഡക്ട്സ് ആർ കോൾഡ് പാക്കിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് പാക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ നോർമലി പാക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പാക്കിംഗ് മേ ബി ഐദർ പ്രൈമറി പാക്കിംഗ് ഓർ സെക്കൻഡറി പാക്കിംഗ്. അപ്പോൾ ഇതിൽ രണ്ട് തരം പാക്കിംഗ് എന്ന് പറയാം. നമുക്കൊന്ന് പ്രൈമറി പാക്കിങ്ങും പിന്നെ സെക്കൻഡറി പാക്കിംഗ് ആണ്. ഇതിൽ പ്രൈമറി പാക്കിംഗ് എന്താണെന്ന് നോക്കാം. പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസ് വൺ വിച്ച് ഇസ് എസെൻഷ്യൽ ആൻഡ് വിത്തൗട്ട് വിച്ച് ദ പ്രോഡക്റ്റ് കനോട്ട് ബി സോൾഡ് ഔട്ട്. അപ്പോൾ ഈ പ്രൈമറി പാക്കിംഗ് ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രൈമറി പാക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആഫ്റ്റർ ഷേവ് ലോഷൻ ആണെങ്കിൽ ലോഷൻ നമുക്ക് കയ്യിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്താണ് ഒരു ബോട്ടിൽ പാക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഹെയർ ഓയിലും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, പാക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ബ്യൂട്ടി ക്രീംസും അതേപോലെ നമ്മൾ കിലോഗ്രാമിനൊന്നും തൂക്കി കൊടുക്കാനൊന്നും പറ്റില്ല. എന്ത് ചെയ്യണം, നമ്മൾ പാക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആർ ഇൻ അട്രാക്റ്റീവ് ബോട്ടിൽ വിച്ച് ആർ എസെൻഷ്യൽ ടു മാർക്ക് ദ പ്രോഡക്ട്സ്. അപ്പം അതൊക്കെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോക്സിനകത്ത് അല്ലെങ്കിൽ പാക്കേജിനകത്താണ് നമ്മൾ പാക്ക് ചെയ്ത്, ബോട്ടിലിനകത്താണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ റാപ്പിംഗ് പേപ്പർ ഫോർ സ്വീറ്റ്സ് ആൻഡ് ബ്ലേഡ് ആയാലും സ്വീറ്റ്സ് ആയാലും അത് റാപ്പ് ചെയ്ത് കൊടുക്കണം. ട്യൂബ്സ് ഫോർ ടൂത്ത് നമ്മൾ എന്ത് ചെയ്യണം, ട്യൂബിനകത്താക്കി തന്നെ കൊടുക്കണം അല്ലേ. ഷേവിംഗ് ക്രീം ആണെങ്കിൽ അത് ട്യൂബിനകത്താക്കി തന്നെ കൊടുക്കണം. എക്സെട്ര ആർ ഓൾസോ പ്രൈമറി മെറ്റീരിയൽ. ടൂത്ത് പേസ്റ്റ് ഒന്നും നമുക്ക് കയ്യിൽ എടുത്ത് കൊടുക്കാൻ പറ്റില്ല, നമ്മളത് അതിൻ്റെതായ ട്യൂബിനകത്ത് കൊടുക്കണം. The cost of primary packing material forms a part of cost of production of the goods. അപ്പോൾ ഈ പാക്കിങ്ങിൻ്റെതും കോസ്റ്റും കൂടി നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ദ കോസ്റ്റ് ഓഫ് സച്ച് പാക്കിംഗ് ഈസ് എ പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഷുഡ് ബി ആഡഡ് ടു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഓർ ഷോൺ സെപ്പറേറ്റ്ലി ആസ് ഡയറക്റ്റ് ചാർജസ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ കാണിക്കണം, എന്നിട്ട് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിൻ്റെ കൂടെ അത് ആഡ് ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോൺ സെപ്പറേറ്റ്ലി ആസ് ഡയറക്റ്റ് ചാർജസ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്ലി കാണിക്കാം. ഇപ്പോൾ മെയിനായിട്ട് പ്രൈമറി പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റിൻ്റെ പാർട്ടായിട്ട് നമ്മളത് കാണിക്കും. പ്രൈമറി പാക്കിംഗ് ഇല്ലാതെ നമുക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റില്ല. Next is secondary packing. The secondary packing materials are those that facilitate easy distribution of goods besides having publicity value.
പബ്ലിസിറ്റി വാല്യൂ കൂടാതെ അതിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി പാക്കിംഗ് യൂസ് ചെയ്യുന്നത്. കാർട്ടൺ, ബോക്സസ്, ബാഗ്സ് എക്സെട്ര നീഡഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഇൻ ബൾക്ക് ആർ സെക്കൻഡറി പാക്കിംഗ്. ഇപ്പോൾ ബൾക്കായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മൾ കുറേ ഹെയർ ഓയിൽ ഒരുമിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബോക്സിനകത്ത് ഇട്ടിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ ബോക്സ് നെസസറി അല്ല അത് ഹാൻഡിൽ ചെയ്യാൻ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബൾക്കി ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെക്കൻഡറി പാക്കിംഗ് നെസസറി ആണ്. ദ സെക്കൻഡറി പാക്കിംഗ് മേക്സ് ദ പ്രോഡക്റ്റ് മോർ അട്രാക്റ്റീവ് ദോ നോട്ട് എസെൻഷ്യൽ ടു സെൽ ഔട്ട് ദ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ അത് എസെൻഷ്യൽ അല്ലെങ്കിലും അതെന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ദ കോസ്റ്റ് ഓഫ് സെക്കൻഡറി പാക്കിംഗ് മെറ്റീരിയൽ ഈസ് എ പാർട്ട് ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. നമ്മൾ പറഞ്ഞു പ്രൈമറി പാക്കിംഗ് നമ്മൾ പ്രൈം കോസ്റ്റിൻ്റെ പാർട്ടാണ്. ഇത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദ സെല്ലിംഗ് പ്രൈസ് ഇൻക്ലൂഡഡ് ദ കോസ്റ്റ് ഓഫ് ദ സെക്കൻഡറി പാക്കിംഗ് ഓൾസോ. ഇപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്കൻഡറി പാക്കിങ്ങിൻ്റെ വാല്യൂം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ ലിഫോ, ഫിഫോ, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 മെത്തേഡ്സ് പഠിച്ചു. അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽസിനെ പറ്റി പഠിച്ചു, പ്രൈമറി പാക്കിംഗ് ആൻഡ് സെക്കൻഡറി പാക്കിംഗ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.